വത്സൻ തില്ലങ്കേരി കൂടി നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വത്സൻ തില്ലങ്കേരി, അറിഞ്ഞു കാണും ഇത്തരത്തിൽ കോഴിക്കോട് ബീച്ചിൽ നടന്ന ഒരു എല്ലാ മുസ്ലിം സംഘടനകളും, ലീഗ് അടക്കമുള്ള എല്ലാ സംഘടനകളും ചേർന്ന് നടത്തിയ ഒരു പ്രാർത്ഥനാ സംഗമം. അവിടെ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? താങ്കളുടെ പ്രതികരണം. തന്നെ ഹമാസ് ഭീകരന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും സമ്മേളനങ്ങളും പ്രാർത്ഥനകളുമെല്ലാം ഈ കേരളത്തിൽ നിരവധിയോടെ നടന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ച എന്നുള്ള നിലക്ക് തന്നെയാണ് ഇപ്പോൾ ഈ പരിപാടിയെയും കാണേണ്ടത്. മതേതരത്വത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും മാനവിക മൂല്യങ്ങളെക്കുറിച്ചും എല്ലാം സംസാരിക്കുന്ന മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾ പോലും വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ അനുഭവമുണ്ട്. അവര് സന്ദർഭം കിട്ടുന്ന സന്ദർഭത്തിൽ ഇത്തരം ഭീകര സംഘടനകളെ വെള്ളപൂശാനും തീവ്രവാദികളെ ന്യായീകരിക്കാനും വേണ്ടി ഒരു മടിയുമില്ലാതെ രംഗത്ത് വരാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള SDP ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ അവരൊക്കെ പ്രഖ്യാപിത ഭീകരവാദ പക്ഷത്തുള്ളവരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ മുസ്ലിം ലീഗ് തന്നെ ഈ ഹമാസിന് അനുകൂലമായിട്ട് കേരളത്തിൽ നിരവധി സമ്മേളനങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർക്കിങ്ങനെ ഈ ഭീകരന്മാർക്ക് പരസ്യ പിന്തുണ നൽകിക്കൊണ്ട് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാനും എല്ലാം ധൈര്യം കിട്ടുന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ. ഇവിടെ മതേതര കക്ഷികൾ എന്ന് പറയുന്ന ഇടത് വലത് പാർട്ടികൾ അവരാദ്യം തന്നെ മുൻകൂട്ടി ഇത്തരം ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ സർക്കാരിന് നേതൃത്വം നൽകുന്നത് CPM ആണ്. ആ CPM കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. ഈ ഹമാസിന് അനുകൂലമായിട്ട് മുസ്ലിം ലീഗ് സമ്മേളനം സംഘടിപ്പിച്ചു. ആ സമ്മേളനം സംഘടിപ്പിച്ച സന്ദർഭത്തിൽ ആ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷകരായി ക്ഷണിച്ച ശ്രീ ശശി തരൂർ MP ഈ പ്രശ്നങ്ങൾക്ക്, ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് ഇസ്രായേലിന് നേരെ ഏകപക്ഷീയമായി ഒക്ടോബർ മാസം 7-ാം തീയതി ആക്രമണം സംഘടിപ്പിച്ചത് ഹമാസാണ് എന്ന ലോകത്തെല്ലാവർക്കും അറിയാവുന്ന പച്ചപ്പരമാർത്ഥം പറഞ്ഞപ്പോ മുസ്ലിം ലീഗുകാർ വളരെ ആ പാർട്ടിയിലെ മിതവാദി എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ MK മുനീർ ഉടൻ തന്നെ എഴുന്നേറ്റ് ആ തീവ്രവാദികൾ അങ്ങനെ ആക്രമണം നടത്തി എന്ന് പറഞ്ഞ ശശി തരൂറിനെ വേദിയിൽ വെച്ച് തന്നെ തിരുത്താനും അദ്ദേഹത്തെ അപമാനിക്കാനും തയ്യാറായ സാഹചര്യം പോലും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഫലസ്തീനെ പിന്തുണക്കുന്നു എന്ന പേരിൽ അവര് ചെയ്യുന്നത് ഹമാസ് തീവ്രവാദികളെ ന്യായീകരിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും അതുവഴി ലോകത്തെമ്പാടും സമാധാനവും ശാന്തിയും തകർത്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകരന്മാരെ വെള്ളപൂശുകയുമാണ് ചെയ്യുന്നത് എന്നതോടൊപ്പം തന്നെ കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് വഴിയൊരുക്കുന്ന സമീപനമാണ്, അവർക്ക് പിന്തുണ നൽകുന്ന സമീപനമാണ് ഇവരെല്ലാവരും ചേർന്ന് നടത്തുന്നത്. എന്താണ് ഇവർ നൽകുന്ന സന്ദേശം? ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഭീകരന്മാരുടെ കൂടെയാണ് ഞങ്ങൾ അവർക്ക് പിന്തുണയാണ് എന്ന ഒരു സന്ദേശമാണ് അവർ നൽകുന്നത്. അതിലൂടെ അവര് കേരളത്തിൽ ഏത് തരത്തിലുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്? ഭീകരന്മാർക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണായിട്ട് ഇത് മാറുകയാണ്. ഇവിടെ യുവാക്കൾ ധാരാളമായി ഭീകര പ്രസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ട് ഭീകര സംഘടനകൾ ചേർന്ന് യുദ്ധം ചെയ്യുന്നു. നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള യുദ്ധങ്ങളിൽ ഭീകര സംഘടനകളുടെ പങ്കുചേർന്നുകൊണ്ട് അതിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ഇതുപോലെ ഭീകര സംഘടനകളിൽ അണിചേർന്നതായിട്ട്, രാജ്യത്തിനകത്തും പുറത്തും അണിചേർന്നതായിട്ടും ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയായിട്ടും കേസുകളിൽ പെട്ടതായിട്ടും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഈ അനുകൂലമായ ഭീകരർക്ക് അനുകൂലമായ വാതാവരണം സൃഷ്ടിക്കുന്നത്, അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് മതേതര പാർട്ടികൾ എന്ന് പറയുന്ന സംഘടനകളാണ്. എന്തായാലും അവിടെ ഏകപക്ഷീയമായ സംഭവമല്ല ഉണ്ടായത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സമാധാനത്തിലായിരുന്ന ആ മേഖലയെ, പശ്ചിമേഷ്യയെ കുരുതിക്കളമാക്കി മാറ്റിയത് ഹമാസാണ്. സമാധാനം ലംഘിച്ചതവരാണ്, ഏകപക്ഷീയമായി അങ്ങനെ ചെയ്തവരാണ്. അവിടെ ആയിരക്കണക്കിന് ആളുകളെ അവർ കൊല ചെയ്തു. സംഗീത പാർട്ടിക്കിടയിൽ വെടിയുതിർത്ത് നൂറുകണക്കിന് ആളുകളെ കൊല ചെയ്തു. പക്ഷെ നമ്മുടെ ഈ നാട്ടിലെ സംഘടനകൾ, ഇവർക്ക് പിന്തുണ നൽകുന്ന, ഹമാസിന് പിന്തുണ നൽകുന്ന ആളുകൾ അതിനെ അപലപിച്ചോ? അതിനെതിർത്തോ? അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചോ? ഇല്ല. എന്തുകൊണ്ടാണ്?
അവർക്ക് ഇത്തരം കാര്യങ്ങൾ അവരുടെ മതത്തിന്റെ താല്പര്യം മാത്രം വെച്ചുകൊണ്ടുള്ള മതസാമ്രാജ്യം ലോകം മുഴുവനും വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്രമണത്തിലൂടെയും ചോര ചെറുച്ചലിലൂടെയും ആണെങ്കിലും ജിഹാദിലൂടെ ലോകത്ത് മുഴുവനും ആധിപത്യം സ്ഥാപിക്കാനുള്ള പരിശ്രമത്തിൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നാണ് ഈ തെളിയിക്കുന്നത്. കേരളത്തിൽ അവർക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ പരസ്യമായി നടത്താനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ സർക്കാരാണ്. ആ സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണ്, വർഗീയ ഭീകര വാദ പ്രീണന നിലപാടുകളാണ് അവർക്കതിന് ധൈര്യം നൽകുന്നത് എന്നതാണ് വാസ്തവം.